ഇന്നലെ രാത്രി ഒരു 9:30 വരെയൊക്കെ ശ്രമം നടന്നിരുന്നു. അതായത് 3 തവണ ഇവർ കയർ കെട്ടി വലിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അത് പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് പൊളിക്കും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ശ്രമവും പരാജയപ്പെട്ടു. തുടർന്ന് ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ആളുകൾ സ്വയം, അതായത് മനുഷ്യരിൽ തന്നെ പൊളിച്ച്, അതായത് തകർത്തുകൊണ്ടാണ് ഇത് പൊളിച്ചു നീക്കാനായിട്ട് ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ ഭാഗമായി ആളുകൾ അതിന്റെ നിലയിൽ കയറി മുകളിൽ നിന്നും തട്ടായി പൊളിച്ച് എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റു ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതോടു കൂടിയാണ് ഈ ഒരു വഴി തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിലവിൽ കരാർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പൊളിച്ചു നീക്കൽ നടക്കുന്നത്. ഇത് ഇപ്പോൾ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. അതായത് പ്ലാറ്റ്ഫോം 4-ലും 1-ലും ട്രെയിൻ ഗതാഗതം നടക്കുന്നുണ്ട്. 2-ലും 3-ലുമാണ് ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുന്നത്. അതായത് ഒരു അപകട ഭീഷണി ഉള്ളതുകൊണ്ട്. ഇന്നലെ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലെ ഒരു ട്രെയിനൊക്കെയാണ് കടത്തിവിട്ടത്. അതായത് ഇത് പൊളിച്ചു നീക്കുമ്പോൾ 1-ാമത്തെ പ്ലാറ്റ്ഫോമിനും ഭീഷണിയാണ് എന്നുള്ള നിലയ്ക്ക്. എന്നാൽ ഇപ്പോൾ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ജിൽസി. മറ്റ് ട്രെയിനുകളൊന്നും ലേറ്റ് അല്ല, സാധാരണഗതിയിലായിട്ടുണ്ട് നിലവിൽ. ഇപ്പോൾ ഇവർ ഇതിങ്ങനെ ഓരോ ആളുകളും തട്ടായി ഇത് പൊളിച്ചെടുക്കുകയാണ്. എന്നാൽ മഴ ഒരു തടസ്സമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഴ പെയ്യുമ്പോൾ ഇത് പണി ഇപ്പോൾ 1 മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ മഴയില്ലാത്തൊരു സാഹചര്യമാണ് കുറച്ച് സമയമായിട്ടുള്ളത്. അപ്പോൾ ഇവർ പണി പുനരാരംഭിച്ചിരിക്കുകയാണ്.